Ladies and gentlemen, this is Adesh and welcome to my comedy. മലയാളം സിനിമ റീമേക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു ലോഡ് മലയാളം സിനിമയിലെ സീൻ എടുത്തിട്ട് ഒരു സിനിമ പുഴുങ്ങി വെച്ചത് പാത്തിരിക്കുക പാക്കണമ്മ കണ്ടോ? പ്രിയദർശൻ അക്ഷയ് കുമാർ കോംബോയില് വന്ന കോമാളി ബംഗ്ല, ഭൂത് ബംഗ്ല. സോ ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. ബോളിവുഡിൽ നോർത്തിൽ വൺ ഹിറ്റാണ് ഈ പടം നോർത്തിൽ വൺ ഹിറ്റാണ്. ഈ സിനിമയിൽ ഒരു സ്ഥലമുണ്ട്, മംഗല്യപൂര അങ്ങനെ ഏതൊരു സ്ഥലം. അവിടെ വന്നിട്ട് കല്യാണം നടന്നു കഴിഞ്ഞാൽ ആ പെങ്കൊച്ചുങ്ങളെ പ്രേതം അടിച്ചുകൊണ്ട് പോകും. ആൻഡ് പ്രേതം ബാറ്റ്മാന്റെ പ്രേതമാണ്. ബാറ്റ്മാന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫാനാണ് തോന്നുന്നു. അങ്ങനത്തെ സെലിബ്രേഷൻ ഒക്കെ ഇടുന്നുണ്ട്. പ്രേതം പിടിച്ചുകൊണ്ട് പോകും. ആ സമയത്താണ് അക്ഷയ് കുമാറും അവരുടെ തറവാടായ ബംഗ്ലാവിലോട്ട് വരുന്നതും അനിയത്തിയുടെ കല്യാണം നടത്താൻ നോക്കുന്നത്. പിന്നെ നടക്കുന്ന അപരാധങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ തന്നെ പടങ്ങളുടെ സീൻസ് എടുത്തിട്ട് ഇതിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. ഈ ഗീതാഞ്ജലി, പിന്നെ കിളിച്ചുണ്ടൻ മാമ്പഴത്തെ സീൻ ഉണ്ട്. നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ദുബായ് ഇല്ലേ, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നില് ഷിറ്റ് ഇടാൻ വേണ്ടി പോകുമ്പോ ഡിക്കി പൊള്ളുന്ന സീനൊക്കെ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. സ്ത്രീയിലെ സീനുണ്ട്. ഗീതാഞ്ജലിയില് കാലില് ചെരുപ്പില് ചളിയായിട്ട് മറ്റേ തിരുമണ കല്ലിൽ വരയ്ക്കുമ്പോ വേറെ രീതിയിൽ കാണിക്കുമല്ലോ, ആ സീൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ സിനിമയുടെ കുറച്ച് സീൻസ് കണ്ടിട്ട് ചിരിയൊക്കെ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. ബാക്കിയൊക്കെ കട്ടവരാതായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആയിരിക്കുമ്പോൾ വീണ്ടും പഴയ സിനിമത്തെ സീൻസ് തോണ്ടി തോണ്ടി പുഴുങ്ങി വെക്കാൻ പ്രിയദർശനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആൻഡ് എന്ത് പ്രൂവ് ചെയ്യാനാണ്? ഞാൻ ഇപ്പോഴും കിഡ് ഡയറക്ടറാണ് പറയാനാണ്. അങ്ങനെ വെച്ചാൽ ഹിജാദി ഹൊറർ കോമാളിത്തരല്ല, ഹൊറർ പടം എടുക്കണമായിരുന്നു. ഇന്തമാരി കോമാളിത്തരം എടുക്കാൻ കുറെ പേരുണ്ട്, ആൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, അക്ഷയ് കുമാർ എല്ലാവർക്കും അറിയാം. അക്ഷയ് കുമാറിന് നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. ചില സീൻസിലൊക്കെ കാണാൻ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. വീഴൽ സ്റ്റാർ ആണ്. ഇങ്ങേരെ കാലിന്റെ അടിയിൽ പഴത്തൊലി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാ. നടന്നാ ഇങ്ങേര് വീഴും, ഇരുന്നാ ഇങ്ങേര് വീഴും, നിന്നാ വീഴും. ആൻഡ് അക്ഷയ് കുമാറിന്റെ ഒരു പടത്തില് വില്ലൻ അക്ഷയ് കുമാർ ആവണം. അക്ഷയ് കുമാറിന്റെ തന്തപ്പിടി അക്ഷയ് കുമാർ ആവണം. എന്നാ പിന്നെ അമ്മയും കൂടി അക്ഷയ് കുമാർ തന്നെ ആയിക്കൂടെ? അയ്യോ, അക്ഷയ് കുമാറിന്റെ ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട്, കണ്ടു കഴിഞ്ഞാൽ കോമഡി പീസ്. അക്ഷയ് കുമാറിന്റെ അച്ഛനും അക്ഷയ് കുമാറിനും ഒരേ പ്രായവും. എന്നിട്ട് ഈ ചെറുക്കം പോയിട്ട് അച്ഛാന്ന് വിളിക്കണ കാണുമ്പോ ചിരിയാ വരിക. അച്ഛൻ പോയിട്ട് അപ്പൊ അനിയാന്ന് വിളിക്കണം. അയ്യേ, അക്ഷയ് കുമാറിന് അതിലും പ്രായം തോന്നിക്കും, തന്തപ്പിടിയേക്കാളും പ്രായം തോന്നിക്കേണ്ടി. പിന്നെ നമ്മുടെ വാമികയുണ്ട്. വാമിക വന്നിട്ട് ട്രാഫിക് പോലീസാണ് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു പ്രിയദർശന്റെ പടമാണ് വേണ്ട ആ കൊച്ചു വന്ന് ചാടിയതായിരിക്കും. വാമികയെ എനിക്ക് തോന്നുന്നു ഗോദ അല്ലാതെ വേറെ ഒരു പടത്തിലും മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. റീസെന്റ് ബാബു ജാൻ പറഞ്ഞൊരു പടം കണ്ടു, അതിലേറെ അപരാധം, കൂടുതൽ പറയുന്നില്ല. തബു ഉണ്ട് ഇതില്. തബുവിന് പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ഒരു പടം പറഞ്ഞപ്പോ കയറി അഭിനയിച്ചതായിരിക്കും. ഫ്ലാഷ് ബാക്ക് പോർഷനിലൊക്കെ ഡയലോഗ് ഒക്കെ ഉണ്ട്. അയ്യോ, അവൻ എന്നെ സ്നേഹമില്ല, എന്റെ ബാഡി മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. സീരിയലിൽ പോലും ജാതി നാട്ട ഡയലോഗ് ഉണ്ടാവില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാം, കുറെ കോമാളിത്തരങ്ങളുണ്ട്, എന്ന ചിലരിലൊക്കെ ചിരി വരും. സെക്കൻഡ് ഹാഫ് കുടുംബ സീരിയൽ. ഈ അക്ഷയ് കുമാറിന്റെ ഒരു അനിയത്തി വന്നിട്ട് പറയും, എനക്ക് രാഹുലിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, രാഹുലിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പോയി ചാവ്, അതാണ് നാട്ടുകാർക്ക് അതിലും നല്ലത്. അയ്യേ, പ്രിയദർശനൊക്കെ ഇത്രയും തരം താഴ്ന്ന ഇങ്ങേർക്ക് ഈ റീമേക്കിനോട് എന്തിനാണ് ഇത്ര പ്രേമം? ഇങ്ങനെ എന്തെങ്കിലും അങ്ങേരുടെ കഥ ബുക്കാക്കുകയെന്ന് വെച്ചാൽ പ്രിയദർശൻ ആൻഡ് റീമേക്ക്, ഇത് അൺടോൾഡ് ലവ് സ്റ്റോറി അങ്ങനെ പേരിട്ടാൽ മതി. ഗീതാഞ്ജലിയെ റീമേക്ക്, ഇതിപ്പോ മറ്റേ ഒപ്പത്തിന്റെ റീമേക്ക് എടുത്ത് വെക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു ലോഡ് മലയാളം സിനിമയുടെ എല്ലാം കൂടി പുഴുങ്ങിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര കഴിവുള്ള ആളാണെന്ന് ഇപ്പോഴും ഞാൻ അപ്ഡേറ്റഡ് ആണ്. ഐ എം സ്റ്റിൽ വർത്തി. അങ്ങനെ കാണിക്കാൻ വെച്ചാൽ ഹൊറർ പടം എടുക്കുക, ഒരു കിഡു ഹൊറർ പടം എടുക്കുക, പേടിപ്പിച്ച് വിറപ്പിക്കുന്ന പടം എടുക്കുക. അതെന്താ എടുത്തില്ല? ബേർഡ് ബംഗ്ല വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഈ സിനിമയിൽ ആകെ ഒരു ക്യാരക്ടർ മാത്രം വൃത്തിക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വെട്ടത്തിലെ നായിക ഈ പടത്തിലുണ്ട്. ആ കൊച്ച് അടിപൊളിയായിരുന്നു. കോമഡിയുടെ ടൈമിംഗ് ഒക്കെ കിഡുവായിരുന്നു. അക്ഷയ് കുമാർ ചില സീൻസിൽ കൊള്ളായിരുന്നു. ബാക്കി 10 പൈസ കൊള്ളാതെ പടം. വാമിക ആദ്യം വന്നിട്ട് അക്ഷയ് കുമാറിന് വന്ന് കൃത്രിമ ശ്വാസം കൊടുത്ത് പോയതാണ്. പിന്നെ അവസാനത്തെ സീനിൽ വരുന്നത് ട്വിൻസ് ആണ് ഇത്ര ട്വിസ്റ്റ്. അതെന്താ ഗീതാഞ്ജലി ട്വിസ്റ്റോ? അയ്യേ. ആൻഡ് അതിൽ തന്നെ വന്നിട്ട് ഈ മറ്റേ പ്രേതം ബാറ്റ്മാൻ
ബാറ്റ്മാൻ പ്രേതവും അക്ഷയ് കുമാറും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. അക്ഷയ് കുമാറുടെ തന്തപ്പിടിയും തമ്മിൽ അതും അക്ഷയ് കുമാർ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. എന്തോന്നടേ ഇത്. ആൻഡ് 10 പൈസ കൊള്ളാത്ത 2-3 പാട്ടും ഉണ്ട്. എന്തിനിങ്ങനത്തെ പടം? അതാണ് മനസ്സിലാവാത്തത്. സെക്കൻഡ് ഹാഫ് പീക്ക് കുടുംബ സീരിയൽ. ഇത് ഈവൻ ഈ ബോളിവുഡിൽ ഇത് ഹിറ്റ് ആയത് എനിക്ക് തോന്നുന്നു കിളിച്ചുണ്ട മാമ്പഴം, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്ന്, അതേപോലത്തെ അങ്ങനത്തെ പടങ്ങളൊന്നും അവര് കണ്ടിട്ടുണ്ടാവില്ല. അവര് നോക്കുമ്പോ ഓ ദുബായ് കണ്ടിക്കണ ഇല്ല, അപ്പൊ ദുബായ് ഇല്ലേ, വോ പീക്ക് ഡയലോഗ്, പടം 200 കോടി അടിക്കട്ടെ. പ്രിയദർശനൊന്നും ഇത്ര താഴ്ന്ന നിലയിൽ പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. സീരിയസ്ലി. ഇനിയിപ്പോ ഒപ്പം റീമേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. എന്തിന്? ഇന്നത്തെ കാലത്ത് ഒരു സിനിമ പറയുമ്പോൾ എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിൽ കാണാം. ആ സമയത്താണ് ഇപ്പൊ സ്ത്രീ, സിമിലർ പ്ലോട്ടാണ് സ്ത്രീ. എത്ര കിടുവായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. വെരി നൈസ്. സ്ത്രീ യൂണിവേഴ്സിൽ തന്നെ ഒരുവിധം പടങ്ങൾ നൈസാ. ഇതേപോലെ തന്നെയാണ് സ്ത്രീയിലുള്ളത്. അവിടെ വന്നിട്ട് എന്താണ് മറ്റേ സ്ത്രീകളെ കാണാതാവല്. നന്നായിട്ടല്ലേ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ടു മീ ദിസ് ഈസ് ആക്ച്വലി കുറച്ച് നല്ല കോമഡികളുള്ള, അത് മലയാളത്തിലെ കോമഡി അതേപോലെ കൊണ്ടേ വെച്ചുകൊണ്ട് ചിരി വരുന്ന കുറച്ച് കോമഡികളും ബാക്കിയൊക്കെ അപരാധങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ട് പ്രിയദർശന് പോലും തോന്നിയിട്ടില്ല ഇതൊക്കെ വെറുപ്പിക്കലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അക്ഷയ് കുമാറിന്റെ അമ്മയാണ് ഇത്ര താബു. അക്ഷയ് കുമാറിന്റെ അച്ഛൻ അക്ഷയ് കുമാർ, വില്ലൻ അക്ഷയ് കുമാർ. ഈ സിനിമ ഫുൾ അക്ഷയ് കുമാർ ആക്കിയ പോലെ. സോ വേണ്ടവർ കണ്ടു നോക്കാം. അബൂദ് ബാംഗ്ല ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്.